നമ്മുടെ നാട്ടിൽ റേഷൻ കിട്ടാതായാൽ എന്തായിരിക്കും സംഭവിക്കുക? കത്തിക്കും നമ്മൾ. ആ അവസ്ഥയാണ് വാർത്തയിലൂടെ, അല്ലേ? ആ രീതിയാണ്. ഒരാൾക്ക് മുടങ്ങിയാൽ മതി. ഇപ്പോൾ ഈ അതിദാരിദ്ര്യമുക്ത കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന സംവാദങ്ങളിൽ വ്യക്തിപരമായി ഏറെ സന്തോഷമുള്ള ഒരാളാണ്, ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്ന നിലയിൽ. കാരണം ഒരു നാട് എപ്പോഴും ആ നാട്ടിൽ അതിദരിദ്രരുണ്ടോ നമ്മൾ ചോദിക്കുമല്ലോ, അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഗ്രാമം പോലെയായ ഒരു നാട് തീരുകയാണ്. എത്ര സുന്ദരമായൊരു കാര്യമാണ്, അല്ലേ? എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക, പട്ടിണിയിൽ നിന്ന് ഒരു നാടിനെ മുക്തമാക്കുക എന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ ശ്രമിക്കുമ്പോഴാണ് ആ നാട് സുന്ദരമായ നാടായി മാറുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നത് ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. ഞാനിത് പറഞ്ഞു വന്നത് ബീഹാറിൽ അങ്ങനെയൊന്നുമല്ല. 6 മാസത്തിലധികമായി സൗജന്യ റേഷൻ മുടങ്ങിയ ഒരു ഗ്രാമം ഞങ്ങൾ പരിചയപ്പെടുത്താം. പെട്ടെന്നൊരു ദിവസം റേഷൻ മുടങ്ങിയപ്പോഴാണ് റേഷൻ കാർഡ് അപ്ഡേഷൻ ചെയ്യണമായിരുന്നു എന്ന് നാട്ടുകാർ അറിഞ്ഞത്. അപ്ഡേഷൻ നിർബന്ധമാക്കിയ വിവരം റേഷൻ വ്യാപാരിയോ അധികൃതരോ ഗ്രാമവാസികളെ അറിയിച്ചിരുന്നില്ല. അപ്ഡേഷന് ഉദ്യോഗസ്ഥർ 2000 രൂപ കൈക്കൂലി ചോദിക്കുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ പരാതി. ഇങ്ങനെയും ചില ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട് കേട്ട. ആദിൽ പാലൂടെ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആദ്യം നിങ്ങളുടെ വോട്ട് കട്ട് ചെയ്യും, പിന്നാലെ നിങ്ങളുടെ റേഷൻ ഇല്ലാതാക്കും, പിന്നെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കും. രാഹുൽ ഗാന്ധിയുടെ വാചകമാണിത്. ഞാനിപ്പോൾ ബീഹാറിലെ കിഷൻഗഞ്ചിലാണുള്ളത്. 60-കാരൻ മഹബുൽ ഹക്കിന് എല്ലാ രേഖകൾ ഉണ്ടായിട്ടും ആധാർ കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, പക്ഷേ റേഷൻ കിട്ടിയിട്ടിപ്പോൾ 6 മാസത്തിലധികമായി. ക്യാ ഹുവാ ചാച്ചാ? अपडेट करना बोलता है, राशन नहीं मिलता है, पैसा भी मांगता है. आपका पास റേഷൻ കാർഡ് ഹെ, ആധാർ കാർഡ് ഹെ, SIR में है अभी? അതായത് SIR ഇവിടെ പലരെയും SIR നിന്ന് വോട്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള വോട്ടറിനുള്ള കൊടുക്കേണ്ട ആ രേഖയും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. പക്ഷേ റേഷൻ കട്ട് ചെയ്തു എന്നുള്ളതാണ്. റേഷൻ മിൽത്ത റേഷൻ മിൽത്ത ക്യാ? नहीं मिलता है. नहीं मिलता है. नहीं. റേഷൻ മിൽത്ത जी ना ना. ഈ ഗ്രാമത്തിലെ പലരുടെയും റേഷൻ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ മസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ കൂടുതൽ പണം ആവശ്യപ്പെടുകയാണ് എന്നുള്ളതാണ് ഇവരുടെ പരാതി. അഭി ഡീലർ ക്യാ ബോൾ രഹേ? डीलर ये बोलता है आप जाइए पहले अपडेट करा के लाइए तभी राशन मिलेगा. नहीं पहले ऐसे नहीं बोला था. पहले अगर बोलता तो हम लोग करता. अभी छप्पा लगाने गया तो बोलता है अब नहीं अपडेट करना होगा, नहीं होता है. रेशन नहीं मिलता है अभी 3 महीना से नहीं मिलता है. कट गया नाम सरकार से कट गया. डीलर बोलता है फॉर्म जमा करो ब्लॉक में, अपडेट करने के 4000 रुपया मांगता है. ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെ കിട്ടുന്ന ഒരു ആശ്വാസമായിരിക്കാം സൗജന്യ റേഷൻ. പക്ഷേ വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങളായ ഇവരെ ചൂഷണം ചെയ്യുന്ന അധികാരി വർഗത്തെയാണ് ബീഹാറിൽ പലയിടത്തും കാണാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ബീഹാർ. അതിലാണ് നമുക്കൊപ്പം ചേരുന്നത്. അതിൽ വെരി ഗുഡ് മോർണിംഗ് ആദിൽ. ഇതൊക്കെയാണ് ബീഹാറിലെ കാഴ്ചകളല്ലേ? നമ്മുടെ നാട്ടിൽ അതിദരിദ്രരായ മനുഷ്യരുണ്ടോ എന്ന് എണ്ണിയെടുക്കാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും സർക്കാരും മാധ്യമങ്ങളും ഒക്കെ ശ്രമിക്കുന്നതിനിടയിലാണ് ബീഹാറിൽ 6 മാസമായിട്ട് റേഷൻ കിട്ടാത്ത ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്, അല്ലേ അതിൽ? ഉറപ്പായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബീഹാറിലെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നഗരം വിട്ടുകഴിഞ്ഞാൽ എല്ലാവരും ദരിദ്രരാണ് എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്നില്ല, അവരെ ജോലിക്ക് അയക്കുന്ന കാഴ്ച, കിട്ടേണ്ട റേഷൻ കിട്ടാതിരിക്കുന്ന കാഴ്ച, ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ലൈഫ് മിഷൻ പരിപാടിയൊക്കെ നടക്കേണ്ടതാണ്. പക്ഷേ ഇവിടെയാകട്ടെ കൂരകളിൽ ചോർന്നൊലിക്കുന്ന വീടുകളിലൊക്കെ താമസിക്കുന്ന, വീടെന്ന് പറയാനാകാത്ത വിധം താമസിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യമാണ് ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിൽ, അവർക്ക് ബോധ്യങ്ങളില്ലാത്തതിന്റെ പേരിൽ ഈ രൂപത്തിൽ ചൂഷണം ചെയ്യുന്നത്. അരുൺകുമാർ, വളരെ സങ്കടപ്പെടുത്തുന്ന ദുരിതപൂർണമായ കാഴ്ചകളാണ് ബീഹാറിലെ ഗ്രാമങ്ങളിലുള്ളത്. അരുൺ, ഓക്കെ, ഈ അതിന്റെ പിന്നിൽ കാണുന്നത് മഞ്ഞാണോ പുകയാണോ? ഡൽഹിയിലൊക്കെ കാണുന്നത് മഞ്ഞല്ല, പുകയാണ്. എന്താണ് അവസ്ഥ? തണുപ്പ് വന്ന കാലത്തെയാണോ സൂചിപ്പിക്കുന്നത്, അതോ അവിടെയും മലിനീകരണം ഉണ്ടോ? ഇല്ല, ഇവിടെ നല്ല ശുദ്ധമായ വായുവാണ്, അന്തരീക്ഷമാണ്. ഇത് കാണുന്നത് ഇതാണ്, മിസ്റ്റാണ്, മഞ്ഞിന്റെ കണങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അങ്ങനെ പൊല്യൂഷൻ എന്നുള്ള ഒരു ഭാഗമല്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഷൻഗഞ്ച് എന്ന് പറഞ്ഞൊരു മേഖലയിലാണ്. ഇത് അസദുദ്ദീൻ ഒവൈസിയുടെ ഒരു തട്ടകമാണ്. ഇവിടെ കഴിഞ്ഞ തവണ 6 സീറ്റുകളിലാണ് അസദുദ്ദീൻ ഒവൈസിയുടെ AMIM മത്സരിച്ച് ജയിച്ചത്. പിന്നീട് കുറച്ച് പേർ, 5 പേർ ജയിച്ചു, 4 പേർ പിന്നീട് RJDയിലേക്ക് മാറി. അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഇവിടെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദരിദ്രരായ ആളുകൾ, ബീഹാറിലാണ് ഏറ്റവും ദാരിദ്ര്യം എന്ന് നമുക്കറിയാം, അതിൽ തന്നെ ഏറ്റവും ദരിദ്രരായ ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ് സീമാഞ്ചലിലെ ഈ കിഷൻഗഞ്ച് മേഖല എന്നുള്ളതാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ബീഹാർ. ആദ്യഘട്ട പ്രചരണം നാളെ അവസാനിക്കാൻ പോവുകയാണ്. അതിൽ
വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബീഹാറിൽ തുടരുന്ന പ്രധാനമന്ത്രി സഹർസയിലെയും കട്ടിഹാറിലെയും റാലികളിൽ സംസാരിക്കും. 20 വർഷം കൊണ്ട് നിതീഷ് കുമാറിന് ചെയ്യാൻ കഴിയാത്തത് 20 മാസം കൊണ്ട് മഹാസഖ്യം ചെയ്യുമെന്നാണ് തേജസ്വി യാദവിന്റെ പ്രഖ്യാപനം. ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയുണ്ടോ ആദിൽ പാലോട്? ഉറപ്പായും അരുൺകുമാർ, വലിയ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ചെറിയ വാക്കുതർക്കങ്ങളല്ല അത്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ RJDയെയും കോൺഗ്രസിനെയും അവരുടെ ഇടയിലെ ഭിന്നതയെയും ആരോപിക്കുന്ന, ഉയർത്തിക്കാട്ടുന്ന ചിത്രമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. മഹാറാലി, ഒരു റോഡ് ഷോ എന്ന നിലയിൽ തന്നെ പട്നയിൽ ആയിരങ്ങൾ തടിച്ചുകൂടിയ റാലി വൻ വിജയമെന്ന് BJP വിലയിരുത്തുന്നു. പിന്നാലെ പ്രധാനമന്ത്രി ഒരു ദിവസം കൂടി ക്യാമ്പ് ചെയ്യുകയാണ്. ഇത് 3ാം തവണയാണ് പ്രധാനമന്ത്രി ബീഹാറിൽ എത്തുന്നത്. അത്ര പ്രാധാന്യം ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ഉണ്ട്, BJP നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പ്രധാനമന്ത്രി തുടരുന്നു. 2 റാലികളെ ഇന്ന് അഭിസംബോധന ചെയ്യും. രാഹുൽ ഗാന്ധി ഇന്നലെ വന്നിരുന്നു. ഇരുപത്തിൽ ചർച്ചകളും തർക്കങ്ങളും തുടരുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് ഇവിടെയുണ്ട്. പ്രിയങ്ക ഗാന്ധി എത്തുന്നു. ഇരുപത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ക്യാമ്പ് ചെയ്ത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് രംഗം പ്രചരണം സജീവമാക്കുകയാണ്. 2 പേർക്കും ജീവൻ മരണ പോരാട്ടം എന്നുള്ളതാണ്. ബീഹാറിൽ ഭരണം നഷ്ടപ്പെട്ടാൽ NDA സംബന്ധിച്ചിടത്തോളം കേന്ദ്രം വീഴും എന്നാണ് നേതാക്കളും രാഷ്ട്രീയ വിശകലനം ചെയ്യുന്നവരുമൊക്കെ പ്രതീക്ഷിക്കുകയും അങ്ങനെ വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുന്നത്. ഏതായാലും അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധിക്കാകട്ടെ പലയിടത്തും മഹാരാഷ്ട്രയിലൊക്കെ ഏറ്റ തിരിച്ചടിക്ക് ശേഷം ബീഹാറിലെ വിജയം അനിവാര്യമാണ് ഇന്ത്യ സഖ്യത്തിന്. 2 പേരും ആ രൂപത്തിൽ തന്നെ പ്രചരണം കടുപ്പിക്കുകയാണ്. ബീഹാറിൽ ഇനി പരസ്യ പ്രചരണത്തിന്, ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് 1 ദിവസം മാത്രമാണ് ബാക്കി. 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക വ്യാഴാഴ്ച. അരുൺകുമാർ. ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്.